ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെല്ലാവരും എല്ലാവിധ ആഘോഷങ്ങളും ഈ 3-ാം വാർഡിൽ നടത്താറുണ്ട്. അതിന് ഓരോ പരിപാടിക്കും ഓരോരുത്തർ ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കേണ്ട. റാബിയ, നീ എന്താ ആക്ഷൻ പറയണം? ഞാൻ വേറെ ആരെയും നീ വിളിക്കില്ല. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ സാധാരണ 1-2 ഡിവിഷനിലെ ആൾക്കാർക്ക് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ആ നിങ്ങളുടെ ആത്മാർത്ഥത കണ്ടിട്ട് എല്ലാവർക്കും പ്രാവശ്യം കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉൾവിളി ഉണ്ടായി. ആ ഉൾവിളി ഉണ്ടായതിന് അതിന്റെ ഫലമായി അദ്ദേഹം എല്ലാവർക്കും സാരി കൊടുക്കണം എന്നുള്ള തന്റെ മാത്രം കാര്യം നോക്കാനല്ല അദ്ദേഹത്തിന്റെ പണി, എല്ലാവരുടെ കാര്യം നോക്കണം. ജസ്റ്റിസ് ഫോർ ആൾ, അപ്പീസ്മെന്റ് ഫോർ നാൻ. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി വിഭാവനം ചെയ്യുന്ന നമ്മുടെ ശ്രീരാംജിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പാലക്കാട് നഗരം മുഴുവൻ അദ്ദേഹത്തിന്റെ കൈലാസ് ബിൽഡിംഗ് കൊണ്ട് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് അസ്സലായിട്ട് കൈയ്യടിക്കും. നോക്കണതും കൂടെ ഇനി നമ്മളെ അടുത്ത് നോക്കാൻ പോണതും വക്കീൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സജിത് സാറിനെ CR സജിത് സാർ അവരെ സ്വാഗതം ചെയ്തോളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ടിക്ക് ചെയ്തത് എൻ്റെ പേര് തന്നെയാണ്, അത് ഞാൻ പറയുന്നില്ല. ശശിയേട്ട കൗൺസിലർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അദ്ദേഹം നമ്മുടെ കൂടെ വളരെ ദീർഘകാലം നമ്മുടെ കൂടെ കുറെ കാലത്തെ പരിചയമാണ്. ഞാൻ എപ്പോഴൊക്കെ ആപ്പിൾ ഫോണ് എൻ്റെ അടുത്ത് ശ്രീരാംജി ചോദിക്കും, ആപ്പിൾ ഫോണ് വരും. എപ്പോഴൊക്കെ ആപ്പിൾ ഫോണുണ്ടോ ആ ആപ്പിൾ ഫോണെ മുഴുവൻ ഫ്രീ ആയിട്ട് തരുന്നത് ഇദ്ദേഹമാണ്. 1,65,000 രൂപ വിലയിലെ സാധനമാണ് എനിക്ക് 6 മാസം മുമ്പ് കൊണ്ടു തന്നത്. അപ്പൊ ഞാൻ ഇനി പുതിയത് ഇറക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ട്രംപ് ഇന്ത്യയിൽ കളിക്കുകയാണ്. അപ്പൊ അത് കാരണം ആപ്പിൾ ഇനി വേണ്ട പറഞ്ഞു. അപ്പൊ ആപ്പിൾ വേണ്ട, മുന്തിരി തന്നാൽ മതി പറഞ്ഞില്ല കേട്ടോ. ഞാൻ എല്ലാവർക്കും 235 ആൾക്കാർ തൊഴിലുറപ്പും 20 ആൾക്കാർ ഈ തൊഴിലുറപ്പും 235 ഹരിത കർമ്മസേന. അങ്ങനെ 255 260 വാങ്ങിയിട്ട് വരാൻ പറയണം. അദ്ദേഹം പറഞ്ഞ പണി അദ്ദേഹം ചെയ്തു തുടങ്ങി. മാവേലി നാടോ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ താളപ്പടിക്ക് ആമോദത്തോടെ വസിക്കും കാലം അകത്തു കാക്കോ മട്ടില്ലതാനും. സ്റ്റാഫും അതുപോലെ ഞങ്ങളുടെ കൂടുതലുള്ള ടീമിലുള്ള ആൾക്കാരെല്ലാം നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഇതിൽ പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിൽ ചേരാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് എന്താ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഞങ്ങളുടെ വാർഡിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയും, പാലക്കാട് ഇത്ര വൃത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെല്ലാം കാരണമാണ്. നിങ്ങളെടുക്കുന്ന പരിശ്രമം, നിങ്ങളെടുക്കുന്ന വളരെ ശ്രദ്ധയോടെയുള്ള നിങ്ങളുടെ ജോലി, അതിൻ്റെ പുറത്താണ് നമ്മളെല്ലാം സുഖമായിട്ടും നല്ല ശ്വസിക്കാനുള്ള സാഹചര്യവും നല്ല വൃത്തിയായിട്ടുള്ള അന്തരീക്ഷവും കിട്ടാനുള്ള മെയിൻ കാരണം നിങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നടേശേട്ടൻ ഒരു 3-4 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അത് പറഞ്ഞ ഉടനെ ഞാൻ നിങ്ങളുടെ കൂടെ ചേരുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലെ ഇടപാടായത്. ഇതിൻ്റെ പുറത്ത് എനിക്ക് ഒന്നും കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലായത് കാരണം നമുക്ക് വെള്ളത്തിനോട് വലിയൊരു വിലയില്ല. നമുക്ക് മഴ ഇഷ്ടപടിക്ക് മഴയുള്ള കാരണം നമുക്ക് വെള്ളം നിറയുണ്ട്. അത് കാരണം നമ്മൾ അധികം ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊടുക്കുന്നില്ല. വെള്ളമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് ജില്ലകളിലും ഒരുപാട് സ്റ്റേറ്റുകളിലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. നന്ദി. ഈ നന്ദി എന്തിനാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വാർഡ് മാട്ടുമന്തയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം അവിടെ വരുന്ന ആൾക്കാരുടെ എന്താ പറയുക വേർപ്പ് ഒഴുക്കിയിട്ടുള്ള പണി ഞാൻ കാണുന്നതാണ് നേരിട്ട്. എന്നാലും അവർക്ക് പല സ്ഥലങ്ങളിലും ഈ അവഗണന നേരിടുന്നുണ്ട്. പല വീടുകളിൽ ചെന്നാലും ഒരു 100 രൂപ കൊടുക്കാൻ അവർ 10 പ്രാവശ്യം ആലോചിക്കുന്നുണ്ട്. ഇത് എന്തായാലും പറഞ്ഞ നേരത്തെ ശ്രീറാം പറഞ്ഞ മാതിരി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ എതിരെ നിൽക്കണം. നിങ്ങളോട് പറയാനുള്ളത്, ഈ 50 രൂപ തരാൻ മടി കാണിക്കുന്ന വീട്ടുകാരുണ്ട് വേസ്റ്റ് എടുക്കുമ്പോൾ. അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അവർ 50 രൂപ തരാതെ അവരുടെ വേസ്റ്റ് എടുത്തിട്ട് അടുത്തുള്ള ചാലിലിടും. ആ ചാലിലിട്ട് അവരുടെ വിചാരം ആ ചാലിൽ കൂടെ അങ്ങനെ സമുദ്രത്തിൽ എത്തുന്നതാണ്. അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ അവർക്ക് 50 രൂപ തരണ്ട. പക്ഷെ അവർ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾ 50 രൂപ തരണ്ട. നിങ്ങൾ ആ 50 രൂപ തന്നില്ലെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് ഒന്ന് വെളിയിൽ കൊണ്ട് വെക്കൂ. അതെടുത്തിട്ട് അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, അടുത്ത ചാലിൽ എൻ്റെ വീട്ടിന് മുന്നിൽ നടക്കുന്ന കാര്യമാണ്. 50 രൂപ കൊടുക്കണ്ട, അത് ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ മുഴുവൻ കച്ചറ. പക്ഷെ ഞാൻ 50 രൂപ കൊടുത്തിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. പടികരയായാലും ശരി, വടക്കങ്കരയായാലും ശരി,
താമരക്കുളം ജൈനമേട് ഭാഗത്തായാലും ശരി, ഇപ്പോൾ ഇവിടെ കുന്നമ്പുറത്ത് ആണ് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകും. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, 2-3 മാസം കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരികയാണ്. പല വാർഡുകളിലും മത്സരിച്ച് വിജയിച്ച് ആ വാർഡുകളിലെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് അദ്ദേഹം ആ വാർഡിലെ വ്യക്തികളെ കാണുന്നത്. ഇതൊരു അതിശയോക്തിയോ പറയുകയല്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ആ വാർഡുകളിലെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം ഏത് വാർഡ് ജയിച്ചു വന്നാലും അവർ ആ രീതിയിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കാറുള്ളത്. മണ്ണൊക്കെ ഞാൻ ചൊട്ടി പോയി ഞാൻ പ്രാർത്ഥിക്കട്ടെ. എന്റെ കൂടി പറഞ്ഞാലേ കൂടെ വന്നാൽ പാലക്കാട് നഗരസഭ 3-ാം വാർഡ് കുന്നുംപുറത്ത് ഞാൻ 4ാം തവണയാണ് ജയിക്കുന്നത്. ഇത് 2005 മുതൽ ഞാൻ മത്സര രംഗത്തുണ്ട്. 2005-ലെ 150 വർഷത്തിന് ശേഷം ആദ്യമായി പിടിക്കുന്ന പട്ടിക്കര വാർഡ്, അവിടെ 100 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ചു. അതിനുശേഷം വടക്കന്തറയിലെ നമ്മൾ മത്സരിച്ചു. കേരളത്തിൽ വെച്ച് ഏറ്റവും നമ്പർ 1 ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു, 1176 വോട്ടിൻ്റെ. അതേമാതിരി ജൈനിമേട് മത്സരിക്കുന്ന സമയത്ത് 375 വോട്ടിന് തോറ്റ സ്ഥലമാണ്. അവിടെ BJP 575 വോട്ടിന് ഞാൻ ജയിച്ചു. ഇവിടെ 165 വർഷത്തിന് ശേഷം ഇവിടെ നടത്തുന്ന ഇവിടെ തെരഞ്ഞെടുപ്പിൽ 2020-ല് 7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അന്ന് എന്നെ പറ്റിയിട്ട് ആർക്കും ഇവിടെ അറിയില്ല. ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു. അന്ന് തുടങ്ങിയ സാരി വിതരണം എല്ലാ അമ്മമാർക്കും 1-2 ഡിവിഷനിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്രാവശ്യം 6 ഡിവിഷനിൽ കൂടിയിട്ട് 240 സ്ത്രീകളും 20 തൊഴിലുറപ്പുകാരും, അങ്ങനെ 260 ആൾക്ക് 55-60 ആൾക്ക് നമ്മൾ ഈ സാധനം കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു സംഭവമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ ഇവിടെ മാവേലി നാടുവാണേലും കാലം എല്ലാവരും ഒരേമാതിരി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഓണാശംസ.